ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി പപ്പായ ഇല കൊണ്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും അതുപോലെ തന്നെ പപ്പായയിൽ വെച്ചിട്ടുള്ള കുറച്ചധികം വേറെയും ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പപ്പായയിൽ ഉള്ളതുപോലെ തന്നെ പപ്പായ ഇലയിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളമായിട്ട് പെപ്പൈൻ, കൈമോപെപ്പൈൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അസിഡിറ്റി ഉള്ള സമയത്ത് പുളിച്ച് തികട്ടുന്ന പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ, ബി, സി, കെ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പപ്പായയിൽ നമുക്ക് എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും കണ്ണിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതിരോധിക്കാനും സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുമൂലം ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ജലദോഷം, ചുമ എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വൈറ്റമിൻ ബി ഉള്ളത് കൊണ്ട് തന്നെ ബ്രെയിനിന്റെ ഫംഗ്ഷൻസ് നല്ല ചുറുചുറുക്കോട് കൂടി നടക്കാനും അതുപോലെ തന്നെ മറവി രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഡെങ്കു ഫീവറിന് ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് പപ്പായ ജ്യൂസ് ആയിട്ട് കിട്ടുന്നത്. ഈ പപ്പായ ജ്യൂസ് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഉണ്ട് കേട്ടോ. ഡെങ്കു ഫീവറിന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ 10-15 മില്ലി എടുത്തതിന് ശേഷം രാവിലെയും രാത്രിയും നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം കേട്ടോ. പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഡെങ്കുവിന് മാത്രമല്ല മലേറിയയെ കൺട്രോൾ ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് മൂലം നമുക്ക് ഷുഗർ നല്ല കൺട്രോൾ ആയിട്ട് വരുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ളവര് രാവിലെ 5 ml ഭക്ഷണത്തിന് മുമ്പായിട്ട് 60 ദിവസം കുടിച്ചു വരികയാണെങ്കിൽ അതും നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകളിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറിനൊക്കെ എതിരായിട്ട് ഇതിലുള്ള ആന്റി ഓക്സിഡന്റ് പ്രവർത്തിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പപ്പായയില ജ്യൂസ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ട് വരുന്നത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് ഇടതൂർന്ന് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി വേരോടുകൂടെ തന്നെ നല്ല കറുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കാസ്റ്റർ ഓയിൽ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പപ്പായയിലെ ജ്യൂസ് നമ്മളുടെ തലയോട്ടിയിലൊക്കെ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മൂലം നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് റോസ്മേരി ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഇതുപോലെ നമുക്ക് തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നല്ല കാട് പോലെ വളരുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ജ്യൂസിനൊരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതൊന്നും അല്ലെങ്കിൽ ഇതുപോലെ തോരൻ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിലും ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പപ്പായയിലെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കടലമാവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ മുഖത്തും കൈകാലുകളിലും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചുരുക്കങ്ങൾ, മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ പോയിട്ട് നമ്മളുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ ഇല നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായയിൽ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളുടെ നഖത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നമ്മളൊരു 6 ദിവസം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് നമുക്ക് ക്യൂറായി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ പുറത്ത് താമസിക്കുന്നവർക്കൊന്നും ഈ ഇല ഫ്രഷ് ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ളവർ ഓൺലൈനായിട്ട് ഇതുപോലുള്ള പപ്പായയിലെ ലീഫ് പൗഡർ ഉണ്ടാവും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അതും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് പപ്പായ ഇല വെച്ചിട്ട് നമ്മളുടെ നരച്ച മുടി എങ്ങനെ നിരന്തരമായി കറുപ്പിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മളുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹെന്ന പൗഡറാണ്. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് 100% റിസൾട്ട് കിട്ടുള്ളൂ.
ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നെല്ലിക്ക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പപ്പായയിലെ ചായ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പപ്പായയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ. പപ്പായയിലെ ചായ അമിതവണ്ണം, ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചിൽ, പ്രമേഹം എന്നിവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മാത്രമല്ല പപ്പായയില ആവിയിൽ വേവിച്ച ശേഷം മൂത്രാശയ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം ഇതിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല പപ്പായയിലെ ചായ പെപ്റ്റിക് അൾസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്. പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന പെയിന് അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നിങ്ങൾ കുടിച്ചാൽ മാത്രം മതി കേട്ടോ. എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളെ തലയിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുകയാണെങ്കിൽ താരൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലാസിസിനെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുമൂലം നമുക്ക് മുടി നന്നായിട്ട് വളരുന്നതാണ്. അതുപോലെ തന്നെ പപ്പായയിലെ ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്സിമ രോഗമുള്ളവർ കുറേയധികം മരുന്നൊക്കെ പുരട്ടിയിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ടൊന്ന് പപ്പായയിൽ അരച്ചെടുത്തതിന് ശേഷം 30 മിനിറ്റ് വെച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്താൽ മതിയാവും. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. ചിലവർക്ക് ഈ പപ്പായയില അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാൻ ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് ഈ ചായ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒലിച്ചിറങ്ങരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പപ്പായയിലെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ നരച്ച മുടി കൂടുതൽ നരയ്ക്കാനും ഒക്കെ കാരണമാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് കടുക്ക പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കടുക്ക പൗഡർ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഓൺലൈനായിട്ടൊക്കെ നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കയ്യിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒലിച്ചിറങ്ങുന്നൊന്നുമില്ല. നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഹെന്ന പൗഡർ ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല കളറായിട്ട് വരും കേട്ടോ. കുറച്ച് സമയം ഞാൻ മിക്സ് ആക്കിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഹെന്ന പൗഡർ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഹെന്ന പൗഡർ ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മൈലാഞ്ചി അരച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10-15 മിനിറ്റിന് ശേഷം നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് വെച്ചിട്ടൊന്ന് കഴുകിക്കളയാം. തലയിൽ എണ്ണമയം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഹെന്ന ഇട്ട് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം ഞാനിവിടെ നീലാമരി മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നാച്ചുറൽ ആയിട്ടുള്ള നീലാമരി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഡൈ തേച്ച് കൊടുത്ത അതേ ദിവസം തന്നെ ഈ നീലാമരി തേച്ച് കൊടുക്കരുത്. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡൈയിൽ ഹെന്നയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ടായിരിക്കും നമുക്ക് മുടി ഉണ്ടാവുക. ആ സമയത്ത് ഇതുപോലെ നമ്മൾ നീലാമരി മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നീലാമരി മിക്സ് ചെയ്ത് കുറേ സമയം നമ്മൾ വെച്ച് കൊടുക്കരുത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പൊ തന്നെ നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കുറച്ച് സമയം വെച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? ഈ നല്ലൊരു ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ലൈവ് ആയിട്ടുള്ള റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഹെന്ന ചെയ്തതിന് ശേഷം ബ്രൗൺ ആയിട്ടുള്ള ഒരു മുടിയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞാൻ നീലാമ്പരി തേച്ച് കൊടുക്കുമ്പോൾ അതിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് വന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. 100% തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഡൈ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.